ഒറ്റവാക്കിൽ പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഡ്യൂട്ടൺ ലൈറ്റ് തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യവും ലൈറ്റിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന ഘടകം ലൈറ്റിംഗ് ആണ്. ഡ്യൂട്ടൺ LED Germany, the brighter way of living. എൻ്റെ പേര് പീറ്റർ എന്നാണ്. ഞാൻ ഡ്യൂട്ടൺ LED ലൈറ്റിൻ്റെ കമ്പനിയിലെ പ്രൊജക്റ്റിലെ സ്റ്റാഫാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കെൻസ് കൺവെൻഷൻ സെൻറ്റർ പാഴിക്കാപ്പള്ളി മൂവാറ്റുപുഴയാണ്. നമ്മൾ ചെയ്തൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റാണിത്. ഓണറാണ് എൻ്റെ അടുത്തിരിക്കുന്നത്, ജാബീർക്കയാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. നമ്മൾ ലൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയുണ്ട്, സാർ സാറ്റിസ്ഫൈഡ് ആണോ? ലൈറ്റിംഗ് ചെയ്തതിന് ശേഷം ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഡ്യൂട്ടൺ ലൈറ്റ് തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യവും നമ്മൾ വേണ്ട വാട്സുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇലക്ട്രീഷ്യനൊക്കെ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഇതിലേക്ക് എത്തിയതുകൊണ്ട് നമുക്ക് 100% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമ്മുടെ ടീമിൻ്റെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് കറക്റ്റ് ടൈമിൽ തന്നെ സാമ്പിൾ തരുവാനും അത് ഡെലിവറി ചെയ്യാനും കറക്റ്റായിട്ട് സമയത്ത് സാധിച്ചിട്ടുണ്ട്. നമ്മളെങ്ങനെയുണ്ട്, നമ്മൾ ആൾക്കാരൊക്കെ ഫംഗ്ഷനൊക്കെ 1-2 ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ സത്യത്തിൽ ഇനാഗുറേഷൻ കഴിഞ്ഞതിന് ശേഷം ലൈറ്റിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ പോലും ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് എനിക്ക് പരിപാടിക്ക് ശേഷം എനിക്ക് തോന്നിയത്. കാരണം ആളുകൾ വന്നു കഴിയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന ഘടകം ലൈറ്റിംഗ് ആണ്. ലൈറ്റിങ്ങിലൂടെയാണ് മറ്റ് വിഷ്വൽസുകളെല്ലാം ഭംഗിയാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതിലൊക്കെ നല്ല ഫീഡ്ബാക്ക് ആണ് തന്നിട്ടുണ്ട്. നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് കിട്ടിയത്. നമുക്ക് ഇൻഡോർ കൂടാണ്ട് നമ്മൾ ഔട്ട്ഡോർ നമ്മൾ കുറച്ച് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട്ഡോർ നമുക്ക് വെട്ടൊക്കെ സാറ്റിസ്ഫൈഡ് ആണല്ലോ അല്ലേ? നമ്മൾ ഏകദേശം അതിൻ്റെ വാട്ട്സ് അനുസരിച്ചുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. അതേ കമ്പനി മാനദണ്ഡം അനുസരിച്ച് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ആ ലൈറ്റ് എത്തിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഈ നമുക്ക് അടുത്തൊരു പ്രൊജക്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോഴോ നമ്മുടെ ലൈറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. കാരണം എൻ്റെ സുഹൃത്തുക്കളും എനിക്ക് ഡ്യൂട്ടൺ റെക്കമെൻഡ് ചെയ്തിരുന്നു. കാരണം 10 വർഷമായിട്ട് ഞാൻ ഓഡിറ്റോറിയം ഓണേഴ്സ് അസോസിയേഷനിലെ മെമ്പറാണ്. ആ നിലയിൽ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പല ഓഡിറ്റോറിയങ്ങളും പല ബ്രാൻഡുകളും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഡ്യൂട്ടൺ ആണെന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായം വന്നത്. അങ്ങനെ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഡ്യൂട്ടൺ സെലക്ട് ചെയ്യാനുണ്ടായ കാരണം. നമുക്ക് ഇപ്പോൾ ഒരു 6 ഏക്കർ ക്യാമ്പസ് ആയതുകൊണ്ട് ഒരു ചെറിയ ഓഡിറ്റോറിയം എന്നുള്ള നിലയിലല്ല, ഒരു 30,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു 6 ഏക്കർ ക്യാമ്പസ് എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ലൈറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇത്രയും ഒരു ഏരിയയിൽ നമ്മുടെ ഡ്യൂട്ടൻ്റെ ലൈറ്റ് വെച്ചിട്ട് ഇത്രയും ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നാളെ ഇപ്പോൾ നമ്മുടെ അടുത്തും ഒരാൾ ചോദിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ള നല്ലൊരു പ്രൊജക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ കെൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നമുക്ക് വലിയ അഡ്വാൻറ്റേജാണ്. ഡ്യൂട്ടനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ 10 വർഷമായി നമ്മൾ ലൈറ്റിങ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാളേക്ക് നമ്മുടെ ഭാഗത്ത് സർവീസ് പരമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ആ കാര്യം നമ്മൾ ഫുൾ സപ്പോർട്ടായിരിക്കും. നമുക്കിപ്പോൾ നമ്മൾ പറയത്തില്ല അത് നമ്മളെ വാറണ്ടി ടൈം കഴിഞ്ഞു എന്നോ അല്ലെങ്കിൽ അതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് സർവീസ് ചെയ്യാൻ നമുക്ക് പറ്റും. കാര്യം എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ തന്നെ നമ്മൾക്ക് ബ്രാൻഡിന് മാത്രമാണ് പ്രൊഡക്ഷനുള്ളൂ. നമുക്ക് ഏകദേശം ഒരു 400ഓളം സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൊജക്റ്റിലാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 10-ഓളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആഫ്റ്റർ സർവീസിങ് നമ്മുടെ ഭാഗത്ത് നിന്ന് പക്കിയായിരിക്കും. 10 വർഷം മുമ്പ് തന്നെ എനിക്കൊരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. അതിൽ മറ്റൊരു ബ്രാൻഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ സർവീസിലൊക്കെ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കൊക്കെ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് ഞാനാണ് കൂടുതൽ ലൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചത്. അങ്ങനെയാണ് ഡ്യൂട്ടണിലേക്ക് എത്തിയതും. അതേതായാലും ശരിയായ തീരുമാനമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ പീറ്ററിൻ്റെ ഒരു സപ്പോർട്ടും എനിക്ക് വളരെ എടുത്തു പറയാവുന്നതാണ്. നമുക്കൊരു ഭയങ്കരമായിട്ടൊരു ആഗ്രഹമായിരുന്നു ഈ പ്രൊജക്റ്റ് നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന്. കാര്യം എനിക്കും ഒരു മൈൽ സ്റ്റോൺ ആണ്. എനിക്ക് ഇപ്പോൾ കമ്പനിയിലാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും ചോദിച്ചുമ്പോൾ എനിക്ക് പറയാമല്ലോ, കെൻസിൽ ഞാൻ ലൈറ്റ് സപ്ലൈ ചെയ്തത്, ഞാൻ ലൈറ്റ് പ്ലാൻ ചെയ്ത് കൊടുത്തെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അപ്പോൾ ഇക്കയുടെ അടുത്തുനിന്നാണെങ്കിൽ നമുക്ക് നല്ല സർവീസാണ് നടന്നതെന്ന് കേൾക്കുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. ആസ് എ സെയിൽസ് പേഴ്സൺ എന്ന രീതിയിൽ ഓഡിറ്റോറിയത്തിനകത്ത് എനിക്ക് തോന്നുന്നു അശോകൻ ചേട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ഇലക്ട്രിക്കൽ പോയിന്റ്, അവർ ഇത്ര ലൈറ്റ് വേണം എന്നുള്ളൊരു ഓൾറെഡി പോയിന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര ലൈറ്റ് വേണം എന്നുള്ള രീതി. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളിപ്പോഴും യൂസ് ചെയ്തേക്കുന്ന ലൈറ്റ് എലാന എന്ന് പറഞ്ഞ സീരീസിൽ വരുന്ന 16 വാട്ടിൻ്റെ ലൈറ്റാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളത് 16 വാട്ട് ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് തോന്നുന്നു 190ഓളം അടുത്ത് പോയിന്റ് നമുക്ക് ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ് വന്നപ്പോൾ നമ്മളതിൻ്റെ ലെക്സസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് ലൈറ്റ് കൂടാനും പാടില്ല എന്നാൽ കുറയാനും പാടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പോയിന്റ് വൈസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ 16 വാട്ടിലേക്ക് പോയത്. COB ലൈറ്റ് സെലക്ട് ചെയ്തപ്പോൾ പോയിന്റുകളും അതിൻ്റെ വാട്ട്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണല്ലോ നമ്മൾ ആ നിലയിലെത്തിയത്. അത് എൻ്റെ ഒരു മനസ്സിലൊരു സങ്കല്പം എന്ന് പറഞ്ഞാൽ നൈറ്റിലൊക്കെ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വാരി വിതറി നിൽക്കുന്ന മാതിരി നിൽക്കണം. ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ.
അപ്പോൾ ആ നിലയിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇലക്ട്രീഷ്യനായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ പോയിന്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ അത് എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധം പിടിച്ചിട്ടില്ല. ഇലക്ട്രീഷ്യൻ്റെ കൂടെ താല്പര്യപ്രകാരമാണ് നമ്മൾ അത്രയും പോയിന്റുകളിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ നമ്മൾ പുറത്തെ ലൈറ്റിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പുറമെ പല സ്ഥലത്തും കാണുന്നുണ്ടെങ്കിൽ പോലും സിലിണ്ടർ ലൈറ്റ് വളരെ ഒരു അട്രാക്റ്റീവ് ലൈറ്റ് ആണ്. ശരിക്കും ലൈറ്റ് കത്തിയേണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല, സോഴ്സ് അറിയാൻ പറ്റില്ല. പക്ഷെ ആ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഭംഗിയും അതിൻ്റെ ലൈറ്റിങ് കീപ്പോട്ട് വരുന്നതും ഒരു പ്രത്യേക ഭംഗിയാണ്. അത് നൈറ്റിൽ വളരെ ഭംഗിയുണ്ട്. അത് മാരേജ് ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഉള്ള ആളുകൾ അത് പറയുകയും ചെയ്യും. അപ്പോൾ നമുക്കതെന്ന് വെച്ചാൽ നമുക്ക് സിലിണ്ടർ ലൈറ്റുകൾക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്കത് വേറെ ഒരു ഏരിയയിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈറ്റിന്റെ സോഴ്സ് അറിയാൻ പറ്റില്ല. നമ്മൾ അതിന്റെ സോഴ്സ് അറിയുന്നതിന് കറക്റ്റ് അതിന് താഴെ പോയി നമുക്ക് ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ആളുടെ ഫേസിൽ അതിന്റെ കറക്റ്റ് അതിന്റെ വെട്ടം കിട്ടും. ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഏരിയകളിൽ സോളാർ ലൈറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഈ വയറ് വലിക്കാനൊക്കെ ഉള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സോളാർ ലൈറ്റ് ആണ് വെച്ചിട്ടുള്ളത്. അത് പിന്നെ ഫംഗ്ഷനിങ് ഒക്കെ ഓക്കെ ആണല്ലോ. സോളാറിന്റെ ഫംഗ്ഷൻ കുഴപ്പമില്ല. നമ്മളിപ്പോൾ മറ്റേ KCBയുടെ ലൈറ്റ് കത്തുന്ന അത്രയും ഫീലിങ്സ് ഉണ്ടാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനനുസരിച്ചുള്ള ആനുപാതികമായ ലൈറ്റിംഗ് ഉണ്ട്. അത് നമ്മൾ കേബിൾ വലിക്കുന്നതിൻ്റെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടും അതിനേക്കാൾ ഉപരി എല്ലാ ദിവസവും ഫംഗ്ഷൻ ഇല്ലല്ലോ. മറ്റുള്ള ദിവസങ്ങളിൽ ഫുൾ ഇരുട്ടായി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സജഷനോട് കൂടിയിട്ടാണ് നമ്മൾ കുറച്ച് ലൈറ്റ് സോളാർ കാൽക്കുലേറ്റ് ചെയ്തത്. അതും നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. അക്കാര്യത്തിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതിനു മുമ്പുള്ള ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ടൈപ്പ് ഓഡിറ്റോറിയം ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഫുള്ളി സെൻട്രലൈസ്ഡ് AC കൺസെപ്റ്റും അതിനോടൊപ്പം തന്നെ സാധാരണ ഓഡിറ്റോറിയത്തിൽ പാർക്കിങ്ങും ഓഡിറ്റോറിയത്തിൻ്റെ ഫെസിലിറ്റിയാണ് ശ്രദ്ധിക്കാറുള്ളത്. അതിനോടുകൂടി തന്നെ ഒരു വേറൊരു എൻ്റർടൈൻമെൻറ്റിന് കൂടി മനസ്സിൽ കണക്കൂട്ടിയിട്ടാണ് ഒരു ചിൽഡ്രൻസ് പാർക്കും ഇതുപോലെ ഒരു പൂൾ ഏരിയ ഒക്കെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഏരിയകളൊക്കെ വെച്ചിട്ട് ലൈറ്റിങ്ങോട് കൂടി വരുമ്പോൾ നൈറ്റിലെ ഫംഗ്ഷന് പ്രത്യേക പരിഗണന നൽകണം. അപ്പോൾ അത് നമ്മുടെ ഇനാഗുറേഷൻ പ്രോഗ്രാം തന്നെ 4000 പേരോടും പങ്കെടുക്കുന്ന ഒരു വലിയ ഫംഗ്ഷനായിട്ട് നമ്മൾ ഇനാഗുറേഷൻ സെറ്റ് ചെയ്തത്. അത് ലൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിന് വേണ്ടി തന്നെയാണ് നമ്മൾ വൈകിട്ട് 6 മണിക്ക് പ്രോഗ്രാം വെച്ചത്. അപ്പോൾ അതിൽ ഒരുപാട് വിശിഷ്ടാതിഥികളൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ചടങ്ങായിരുന്നു. അതിലേക്ക് ഒരുപാട് ഫാമിലീസ് ക്ഷണിക്കപ്പെട്ട് വന്നിരുന്നു. അവരൊക്കെ വന്നപ്പോൾ വളരെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. അവരുടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മളുടെ സെലക്ഷൻ തെറ്റിയില്ല എന്ന് വരുമ്പോൾ ലൈറ്റിങ്ങിൻ്റെ മാത്രമല്ല ഡിസൈനിങ്ങിലും പാർക്കിംഗ് ഏരിയയിലും മറ്റ് അമ്യൂണിറ്റീസിലൊക്കെ ഉള്ള ആളുകളുടെ ഒരു ഫീഡ്ബാക്കിൻ്റെ ഒരു കോമൺ ഫീഡ്ബാക്ക് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നതായിരുന്നു. ഇതിൻ്റെ ഡിസൈനിങ് ആർക്കിടെക്ചറായിട്ടുള്ള എൻ്റെ മൂത്ത മകളായിട്ടുള്ള സ്വാലിഹ എന്ന് പറഞ്ഞ മകളാണ്. അവർ UK വർക്ക് ചെയ്യുന്നു. മകൻ ഡോക്ടറാണ്, അവർ UK സെറ്റിൽഡാണ്. അപ്പോൾ അവരായിരുന്നു ഇതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ലൈറ്റിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അതും കൂടി പറയാതിരിക്കാൻ വയ്യ. ഫാമിലി ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വൈഫും മറ്റ് 2 കുട്ടികളും കൂടെ ഉണ്ട്. അവരും പാർട്ട്നേഴ്സും എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു 13-14 മാസം കൊണ്ടാണ് ഇതിൻ്റെ പണിയും കൂടി തീർത്തതെന്നുള്ളതും കൂടി ഒരു വലിയ അത്ഭുതം. ഇപ്പോൾ നടന്ന പ്രോഗ്രാമുകളിൽ മാനേജ്മെൻറ്റുകാരൊക്കെ ഉള്ള ഫീഡ്ബാക്ക്, ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മൾ ലൈറ്റിങ് ചെയ്തപ്പോൾ എല്ലാം സെപ്പറേറ്റ് ചെയ്ത DB സെറ്റ് ചെയ്തിരുന്നത്. കാരണം അവരെല്ലാം കംപ്ലീറ്റ് ഓഫ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അവരുടെ സ്റ്റേജ് ഡെക്കറേഷൻ അനുസരിച്ച് അവരുടെ ഡെക്കറേഷൻ ഭംഗിയാക്കുന്നതിന് വേണ്ടി ലൈറ്റുകൾ ഓഫ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി സ്റ്റേജിലെ മാത്രം ഓഫ് ചെയ്യുന്ന രീതിയിലേക്ക് സിസ്റ്റം നമ്മളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് ആ സ്റ്റേജിലെ ലൈറ്റിങ് ചില സമയത്ത് അവരുടെ മാത്രം ലൈറ്റിംഗ് ആക്കി മാറ്റുകയും എങ്കിൽ നമ്മുടെ മെയിൻ ഹാളിലുള്ള ലൈറ്റിംഗ് നമ്മുടെ തന്നെ നിലനിർത്തുകയും ചെയ്യുമായിരുന്നു. അത് നമ്മുടെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് അവരത് അക്സെപ്റ്റ് ചെയ്തത്. കസ്റ്റമർ തന്നെ അവരോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അത് ഇത്രയും ലൈറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് അവരത് മതിയെന്ന് വിചാരിച്ചു. ഏത് സ്ഥാപനമാണെങ്കിലും ഇന്നത്തെ ഒരു ജനറേഷനിൽ ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ശരിക്കും പ്രായോഗികമായിട്ട് സാധാരണഗതിയിൽ ഞാനൊക്കെ മനസ്സിലാക്കിയെടുത്തോളം അവസാന ഘട്ടത്തിലാണ് ലൈറ്റിങ്ങിനെ കുറിച്ചൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്നത്. ശരിക്കും അത് പോരാ. ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ ലൈറ്റിങ്ങിനെ കുറിച്ച് കൂടി കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാവണം. ഇപ്പോൾ പുതിയ എൻജിനീയേഴ്സും ആർക്കിടെക്ചർമാരൊക്കെ അത് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം ലൈറ്റിങ് എത്ര ലൈറ്റ് വേണം, എത്ര വാട്ട്സ് വേണം, അത് എത്ര ഡിസ്റ്റൻസിലായിരിക്കണം, ഷാഡോ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ കൂടി അവർ 3Dയിൽ കാണിച്ചു തന്ന് നമ്മളെ ഒരു ബോധ്യപ്പെടുത്തി തന്നെയാണ് ആ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയാണ്. അത് തുടക്കത്തിലേ പ്ലാൻ ചെയ്യണമെന്നാണ് എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്. അത് ഇടയ്ക്ക് വെച്ച് പ്ലാൻ ചെയ്യേണ്ട ഒരു വസ്തുതയല്ല. കാരണം പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ വർക്ക് നമ്മൾ കാണുന്നത് പോലെയല്ല. അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരുപാട് കേബിൾ വർക്കുകളുണ്ടല്ലോ. ആ വർക്കുകൾ എത്രത്തോളം കപ്പാസിറ്റി ഉള്ള വയറിടണം,
എന്ന് തീരുമാനിക്കുന്നത് ലൈറ്റിംഗ് എത്ര ചെയ്യുന്നുണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കിയാലാണ് അതനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെ വളരെ ഗുണകരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിന് ഇതിൻ്റെ ഉപയോഗത്തിന് ആവശ്യമായ സ്ക്വയർ ഫീറ്റിൽ നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കും. അതിന് ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഒരുക്കും, ടോയ്ലറ്റ് സംവിധാനം ഒരുക്കും, പാർക്കിംഗ് സംവിധാനം ഒരുക്കും, ഒക്കെ ഒരുക്കും. അതിൻ്റെ കൂടെ ലൈറ്റിംഗ് കൂടി വരുമ്പോഴാണ്, ലൈറ്റ് ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ലൈറ്റിംഗ് കൂടി വരുമ്പോഴാണ് അത് സമ്പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ നമ്മുടെ ആദ്യം മുതലുള്ള പ്ലാനിങ്ങുകൾ വളരെ കറക്റ്റ് ആയതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യാൻ പറ്റിയത്. സാറേ, നമ്മളിപ്പോൾ പുതിയ കുറച്ച് കൺസ്ട്രക്ഷൻസൊക്കെ നമ്മുടെ അടുത്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മുടെ ലൈറ്റ് റെക്കമെൻഡ് ചെയ്യുവാണ് എങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രധാനപ്പെട്ട കാരണം ഡ്യൂട്ടൺ എന്ന ബ്രാൻഡിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് അത് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ ഉപരി നമ്മളൊരു സ്ഥാപനം ചെയ്തു കഴിയുമ്പോൾ ലൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മറ്റെന്ത് സൗകര്യങ്ങളുണ്ടെങ്കിലും അത് എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ കഴിയില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സർവീസിലും മറ്റ് സപ്ലൈയിലും ബിസിനസ്സിലും ഇടപെടുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ എക്സിക്യൂട്ടീവ് വന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഷോപ്പ് വഴി, ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണ് അതിൻ്റെ സെയിൽ ഉദ്ദേശിക്കുന്നവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയായിട്ട് നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ സാധിക്കാറില്ല. ഇത് നമ്മൾ കമ്പനിയായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തതിൻ്റെ ഒരു പ്രയോജനവും കൂടിയാണ് നമ്മളിപ്പോൾ ഈ നിലയിലെത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ ഡ്യൂട്ടൺ തന്നെ ഇനി പുതിയതായിട്ട് വരുന്ന വ്യവസായികൾക്കും ഒക്കെ ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് സജസ്റ്റ് ചെയ്യാൻ ഡ്യൂട്ടൺ തന്നെ ഞാൻ പറയുകയും ചെയ്യും. നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കുറഞ്ഞാലും നമ്മുടെ ഒരു ലൈറ്റ് വാങ്ങിയിട്ട് ഒരു കസ്റ്റമറും അതിനെപ്പറ്റി മോശം പറയാൻ പാടില്ല. അവർക്ക് ഒരു പോരായ്മ നമ്മുടെ ലൈറ്റ് കൊണ്ട് വരരുതെന്നാണ് നമ്മുടെ അടുത്തുനിന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യത്തിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. ആ സപ്പോർട്ട് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കുന്നുമുണ്ട്. Houghton, engineered for the perfection with German technology.